സണ്ണിച്ചേട്ട പോയി. ദാസാ, എടാ ദാസാ, ദാസാ. ചേച്ചേ, നീ സണ്ണിച്ചായനെ കണ്ടോ? സാറ് കാർ കൊടുത്തിട്ട് പുറത്തേക്ക് പോയിരുന്നല്ലോ. ചിലപ്പോ ലാബിലേക്കായിരിക്കും പഞ്ചാര നോക്കാനേ. ഗ്ലൂക്കോമീറ്റർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇതെവിടെ പോയി രാവിലെ? മനുഷ്യന്റെ ബീഡിയും കളഞ്ഞല്ല. ചായ. മേരി, പഞ്ചാര ഒട്ടും കുറച്ചിട്ടില്ലല്ലോ അല്ലേ? ഈയിടെയായിട്ട് പഞ്ചാര കുറച്ച് കൂടുന്നുണ്ട്. മേരി, ഞാൻ പറയുന്ന കാര്യം മേരി ക്ഷമയോടെ കേൾക്കണം. നിന്റെ ചങ്ക് തകരരുത്. അതെന്താ? എന്റെ കെട്ടിയോൻ കാലമടം കുഴിന്ന് എണീറ്റ് വരണണ്ട. പിന്നെ നിന്റെ കെട്ടിയവനാര യേശു ക്രിസ്തുവാ ഉയർത്തെനിറ്റ് വരാനായിട്ട്. ഇതല്ല. പിന്നെ ഏതാ കാര്യം പറ. എനിക്ക് അടുക്കള ജോലി ഉണ്ടെന്ന്. എന്റെ വീട്ടുകാർ പിടിമുറുക്കി തുടങ്ങി. പിടിമുറുക്കണ? എവിടെ? എന്റെ കല്യാണക്കാര്യത്തില്. ഓ, കല്യാണ കാര്യത്തില്. അത് നല്ലതല്ലേ. അതിനെന്തിനാ എന്ത് ചങ്ക് തകരണേ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ല എന്റെ പേര്. നമ്മൾ ഇന്നൊന്നുമല്ലേ കാണാൻ തുടങ്ങിയതല്ല. എന്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന് എനിക്ക് അറിയാം. വെച്ച് താമസിപ്പിക്കാതെ ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ താ. ഒന്ന് വെയിറ്റ് ചെയ്യൂ, താങ്കൾ ക്യൂവിലാണ്. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ക്യൂവിലാണെന്നാ. അപ്പൊ ഇവളുടെ മനസ്സിൽ മറ്റാരൊക്കെ ഉണ്ട്. എന്നെ മോഹിപ്പിച്ചിട്ട് വലിപ്പിക്കാൻ ശ്രമിച്ചാ ഇവളെന്നെ പീഡന കേസിൽ പ്രതിയാക്കും. ശരിയാക്കി തരാം. അയ്യോ, ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? ആരോടെങ്കിലും പറയാൻ കൊള്ളാമോ ഇത്? ഭാര്യയും കാമുകനും ചേർന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന്. എന്നിട്ട് കാമുകന്റെ മോഹം കണ്ടോ? ഇല്ല. താൻ ചിരിച്ചു. തനിക്ക് മനസ്സിലാകത്തില്ല എന്റെ മാനസികാവസ്ഥ. മാനസികാവസ്ഥ മണ്ണാങ്കാട്ട. എടോ, ഈ സ്വപ്നം കണ്ടത് എപ്പോഴാണ് തനിക്കറിയാമോ? വെളുപ്പിനായിരിക്കും. അതെ, വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ. വരിക്കും. താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിച്ചിരിക്കുന്നത്? എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാ, ദാമ്പത്യത്തിൽ വില്ലനാകുന്നത് ഇതുപോലുള്ള സംശയരോഗമോ അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും നല്ലതല്ല. പിന്നെ താനീ പറയുന്നത് പോലെ തന്റെ ഭാര്യ അത്ര കുഴപ്പക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രവാസിയുടെ ഭാര്യയായി പോയെന്നൊരു കുറവേ ക്ലാരയിൽ ഞാൻ കാണുന്നുള്ളൂ. അതിരിക്കട്ടെ, താനെന്നാ ദുബായിക്ക് തിരിച്ചു പോകുന്നത്? ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? താൻ പറ. എടോ, എപ്പോ വേണമെങ്കിലും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാവുന്ന തനിക്കെന്തോ പ്രശ്നം? പ്രശ്നം രാവിലെ തന്റെ സുവിശേഷം കേൾക്കാനല്ല, പല്ല് പോലും തേക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നേ. താൻ എന്തു പറഞ്ഞാലും ക്ലാര പഴയ ക്ലാരയല്ല. അത് ശരിയാ. തന്റെ ഭാര്യ ഇപ്പോ പഴയതിലും സ്മാർട്ടാ. താനെന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു തമാശ പറഞ്ഞതാ. താൻ പറഞ്ഞത് തമാശയല്ല, സത്യമാണ്. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അവളിപ്പം പഴയതിലും സുന്ദരിയാണ്. അങ്ങനെ ഒരു അംഗീകാരം തന്റെ ഭാര്യ കിട്ടുമ്പോ താൻ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയതിനു ശേഷമാണ് അവളിൽ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. അതിന് നീ എന്ന് ക്ലാരയെ ശരിക്കും കുടഞ്ഞില്ലേ? കുടഞ്ഞു. എനിക്ക് ഇത്തരം പരിപാടികളൊന്നും ഇഷ്ടമല്ല. പക്ഷെ അതിനുശേഷം അവളുടെ മനസ്സിൽ ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ഞാൻ പറയുന്നത് താൻ സമാധാനമായിട്ടൊന്ന് കേക്ക്. നിനക്ക് മക്കളില്ല, അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. അതെ, ഈ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സ്നേഹവും പരിഗണനയും നൽകുന്നത് എപ്പോഴാണ്? മക്കളുണ്ടായതിനു ശേഷം. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇഴയെടുപ്പം കൂടുന്നത്. എന്നിട്ട് എന്തേ 3 മക്കളുണ്ടായ തനിക്ക് ഭാര്യയായിട്ട് ഇഴയടപ്പം അറ്റുപോയത്? ആ 3 മക്കളും എന്റേതാണോ എന്ന് സംശയമുള്ളതുകൊണ്ടാണ് ആ ഇഴയെടുപ്പം ഞാൻ തന്നെ പൊട്ടിച്ചു കളഞ്ഞത്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. എനിക്ക് ഓഫീസിൽ പോകേണ്ടതാണ്. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ക്ലീൻ ആയിട്ട് വരാം. നീ എന്നാ പോയല്ലേ? പോ.
ഇതാരുടെ കാറാ? ഞാൻ വിളിക്കാം. ഞാനിപ്പോ തന്നെ ഉടനെ തന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ആരെയും കാണുന്നില്ലല്ലോ. ഇയാളിതാരെയായി ഒളിഞ്ഞു നോക്കുന്നേ? എന്തുവാ സണ്ണിച്ച സ്വന്തം വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കിയിരിക്കുന്നേ? അത് ഞാൻ ചുമ്മാ. അല്ല, സണ്ണിച്ച വന്നിട്ട് കുറേ ദിവസമായില്ലേ? തിരിച്ചു പോകുന്നില്ലേ? എന്നാ പോണേ ഞാൻ ഇനി പോണില്ല. ഞാൻ പോകത്തോണ്ട് തനിക്കൊരു ശല്യം ഉള്ളൂ. ഇല്ല. വന്നേ അന്ന് മുതല് മറ്റത്തെ ഓരോ ചോദ്യം. താൻ വിട്ടു പോടോ. ശരി, എടോ പോവാൻ. ഇയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇയാള് പോവാതിരിക്കോ ചെയ്യ്. എനിക്കെന്താ വേണം? ഗൾഫുകാരൻ തേണ്ടി മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെയൊക്കെ ഒരു കോപ്പിലെ ചോദ്യങ്ങള്. ഞാൻ വന്നേക്കാം. വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ക്ലാര പറഞ്ഞോർമ്മണ്ടല്ലോ. ഓക്കെ ക്ലാര, രാത്രിയാണ്. ശരി. ഇവരിൽ ആരായിരിക്കും ഇവരുടെ യഥാർത്ഥ കാമുകൻ? ഇവ കൊന്നിക്കൂടുതൽ കാമുകന്മാരുണ്ടോ? ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സണ്ണിച്ചാൻ രാവിലെ എവിടെ പോയതാ? ആരോടും പറയാതെ. ഞാൻ നടക്കാൻ പോയതാ. കാറിലോ? അതെ, കാറില്. എന്നാ കാറ് നടക്കാൻ മേലെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചൊന്ന് സംസാരിക്കാം. പറഞ്ഞാൽ മതി. ഹലോ. ഓ സണ്ണി, വാ ഞാൻ വിളിക്കാം. ഇരിക്കേ. ഓക്കെ. ഇതെന്താണ് ഈ വഴിക്കൊക്കെ? എനിക്കിവിടെ അടുത്തൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തന്നെയും കൂടി ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. ക്ലാര എന്ത് ചെയ്യും? അവിടെ വന്നില്ല. അല്ല, ഞാനും കൂടി ട്രാൻസ്ഫർ ആയ കാര്യം ആര് പറഞ്ഞു? വക്കീൽ പറഞ്ഞറിഞ്ഞു. താൻ എന്ത് ചെയ്യാൻ എന്നെ വിളിക്കാൻ ഇത്രയും നാളായിട്ട്? ബിസി ആയി പോയോ? എടോ, അത് വന്നു കഴിഞ്ഞ് കുറെ ടെൻഷനിലങ്ങ് പെട്ടുപോയി. ഞാൻ പിന്നെ പറയാതെ കേട്ടോ. പിന്നെ നീ ഇതിനു മുമ്പ് സൈബർ സെല്ലിലായിരുന്നില്ലേ? അതെ. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. എന്ത് വേണം ചെയ്യാലോ? പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. വരട്ടെ. പിന്നെ കൊണ്ടുവന്ന് കുപ്പി മുഴുവൻ തീർന്നിട്ടില്ലല്ലോ, നമുക്കൊന്ന് കൂടണം. അതിനെന്നെ എപ്പോഴാന്ന് വെച്ചാൽ വന്നാൽ മതി. ശരി. ഞാൻ വിളിച്ചോളാം.